knowledge, experience, and inspiration always leave a lasting impact on us. Now, I invite Dr. Asha Raj, Associate Professor, Amala College of Nursing, to deliver the speech for this occasion. Please welcome. ഈ ഒരു കൂട്ടായ്മ വളരെ നമ്മൾ മുമ്പേ പറഞ്ഞ സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞു, നമ്മൾ നഴ്സസ് മാത്രമല്ല, വി ഹാവ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് സാറ മാഡം പറഞ്ഞു. നമ്മൾ നഴ്സസിൻ്റെ ആഘോഷമാണെങ്കിലും നമ്മളോടൊപ്പം കലാമണ്ഡലത്തിലെ വി സി സാറുണ്ട്, സാറ മാഡം ഉണ്ടായിരുന്നു, നഴ്സിംഗ് മേഖലയിലുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ പലരും കൂടെ ചേർന്നുള്ള ഒരു ഡിസ്കഷൻ ആകുമ്പോൾ ഇറ്റ് വിൽ ബി പ്യുവർലി എൻറിച്ചിങ്. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ വരാൻ സാധിച്ചതും പങ്കെടുക്കാൻ സാധിച്ചതും എല്ലാം നമുക്കറിയാം. നമ്മുടെ ഡോക്ടർ ബ്രഹ്മപുത്രൻ സാറിന്റെ സ്പെഷ്യൽ ഒരു സാർ എപ്പോഴും നമ്മളെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇവന്റ് ഉണ്ടെങ്കിൽ ഹി വിൽ ഡെഫിനറ്റ്ലി കോൾ. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരാൻ കഴിയുന്നതും ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ആണ്. ഈ വർഷത്തെ നമ്മുടെ നഴ്സസ് ഡേയുടെ തീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപവർമെന്റ്. എംപവർമെന്റ് എന്ന് പറയുമ്പോൾ എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ്. ഈ എംപവേർഡ് നഴ്സസ്, ആർ വി എംപവേർഡ് നൗ? ചിന്തിക്കണം അല്ലേ? എല്ലാവരും ഐസ്ക്രീം, കുട്ടികൾ എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന ഒരു സന്തോഷത്തിലാണ്. സോ ദാറ്റ് ദേ വിൽ ബി ഹാപ്പി വിത്ത് മൈ സെഷൻ. അവരെല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ദിസ് യു ക്യാൻ എൻജോയ് ദിസ് സെഷൻ ആസ് വെൽ. നമ്മൾ കുറേ ക്ലാസ്സുകൾ കേട്ട്, കുറേ സെഷൻസ്, കുറേ അറിവുകൾ നമ്മൾ നേടി. ഇതുവരെ എനിക്ക് പറയാനുള്ള കുറച്ച് കണക്കുകളാണ്. നമ്മൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏകദേശം നമ്മളുടെ 2026 കണക്ക് പ്രകാരം ഏകദേശം 30 മില്യണോളം നഴ്സസ് ലോകമെമ്പാടുമുണ്ട്. എന്നാൽ 2030 ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു 4.5 മില്യണോളം നഴ്സസിന്റെ കുറവുകൾ കാണാൻ സാധ്യതയുണ്ട്. പഠനങ്ങളുടെ ഒരു പ്രഡിക്ഷനാണ് ആ പറയുന്നത്. അപ്പോൾ നഴ്സിംഗ് നമ്മൾ എപ്പോഴും പറയും ഒത്തിരിയും നഴ്സിംഗ് കോളേജുകൾ, പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ കോവിഡ് പോലുള്ള മഹാമാരിക്ക് നമുക്ക് അത് നല്ല രീതിയിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഹെൽത്ത് സെക്ടർ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ടും അത്രത്തോളം നമ്മളുടെ ഹെൽത്ത് സെക്ടറിൽ നഴ്സസിന്റെ സഹായം ഉള്ളത് കൊണ്ടുമാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന കൺസെപ്റ്റിന്റെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം നഴ്സിംഗ് മേഖലയിലുള്ള നഴ്സസ് ഈ മേഖലയിൽ അവര് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, നേരത്തെ പറഞ്ഞ സ്പീക്കേഴ്സ് എല്ലാവരും പറഞ്ഞു നമ്മൾ എത്രത്തോളം ആശാ വർക്കർമാരുടെ ഹെൽപ്പ് നമുക്കും കിട്ടി. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം വീണ്ടും നമ്മൾ അത്രത്തോളം നഴ്സിംഗ് സ്റ്റുഡൻസും നഴ്സിംഗ് കോളേജസും നഴ്സസിന്റെയും ആവശ്യം ഇനിയുമുണ്ട്. ഇന്ത്യയിൽ ഈ 29 മില്യൺ പറഞ്ഞതിൽ നിന്നും ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ 3 മില്യണോളം നഴ്സസ് ആണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രത്തോളം ഇന്ത്യൻ നഴ്സസ് ഉണ്ട്. എന്നാൽ അക്രോസ് ദ സ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കേരളമാണ് മുന്നിൽ അല്ലേ? നമ്മുടെ ഹെൽത്ത് സെക്ടർ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നഴ്സസ് ഓൾവേസ് കൺസിഡർഡ് ബെസ്റ്റ്. ശരിയാണ്, വെൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. കാരണം എന്താണ്? ഉള്ളിലോട്ടുള്ള പല എക്സ്പെഷ്യലി നമ്മുടെ 7 സിസ്റ്റേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അങ്ങോട്ടുള്ള ഹെൽത്ത് സെക്ടർ നോട്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ വെൻ കമ്പയർഡ് ടു സൗത്ത് ഇന്ത്യ. അവിടെ ഇപ്പോഴും there is existing gap. അതാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. കേരളത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസം, നഴ്സിംഗ് എഡ്യൂക്കേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ വി ആർ എൻറ്ററിങ് ഗുഡ് എഡ്യൂക്കേഷൻ. നിലവിൽ ഏകദേശം 156ഓളം നഴ്സിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട്. നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നല്ല ഒരു 2000 2026 നോക്കുകയാണെങ്കിൽ 2000 ഏകദേശം ഒരു 3 ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു 10ഓളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 2026 എത്തിയപ്പോൾ നമ്മൾ ഏകദേശം 15ഓളം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും ബാക്കി അത്രയും തന്നെ 156 ബാക്കി അത്രത്തോളം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളും ഉണ്ട്. ഇവിടെ എല്ലാം സീറ്റുകളും എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം കുട്ടികളും പഠിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ ഇത്രയും ഇൻപുട്ട് കൊടുത്ത് കുട്ടികൾ വന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വാട്ട് വി ആർ ഫേസിങ് നൗ, എന്താണ് ഫേസ് ചെയ്യുന്നത്? ആർ ദേ വെൽ പ്ലേസ്ഡ്? ആർ ദേ വെൽ പെയ്ഡ്? ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. കാരണം നഴ്സിംഗ് എഡ്യൂക്കേഷൻ നല്ലതാണ്, നല്ല രീതിയിലുള്ള അധ്യാപകരുണ്ട്, ബട്ട് സ്റ്റിൽ വി ആർ ഫേസിങ് ദ പ്രോബ്ലം വെദർ ദേ ആർ ഹാവിങ് ഗുഡ് പ്ലേസ്മെന്റ്.
അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് പോളിസി മേക്കേഴ്സിന് വരേണ്ടതാണ്. ഇത്രയും നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുള്ളപ്പോൾ അവരെ അബ്സോർബ് ചെയ്യേണ്ട ഒരു സർവീസ് സെക്ടറിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ നേരത്തെ സ്പീക്കേഴ്സ് പറഞ്ഞു നഴ്സസ് ആൻഡ് അഡ്വക്കേറ്റ്, നഴ്സസ് റിസർച്ചർ, അങ്ങനെയുള്ള പൊസിഷനിലോട്ടൊക്കെ കൺസിഡർ ചെയ്ത് ഓരോ പൊസിഷൻസ് ഓരോ സെക്ടറിലും കൊടുത്തുകൂടെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ? അതിന് എന്താ വേണ്ടേ? വി നീഡ് ഗുഡ് ലീഡേഴ്സ് അല്ലേ? നമ്മൾ എംപവേർഡ് ആവണമെങ്കിൽ ഇഫ് വി വാണ്ട് ടു ഗെറ്റ് ദാറ്റ് എംപവർമെന്റ് ഇൻ അസ്, 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിൽ ആദ്യം വേണ്ടത് വിജ്ഞാനം. വിജ്ഞാനം ഉണ്ടാവാൻ നമ്മളിപ്പോൾ പഠിക്കുന്ന അറിവ്, അത് ഒരിക്കൽ നമുക്കറിയാം ജനിക്കുന്ന കുഞ്ഞു മുതൽ മരണക്കിടക്കയിലോട്ട് പോകുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം കണ്ടിന്യൂസ് ആണ്. വിജ്ഞാനം എപ്പോഴും അറിവ് നേടുക. പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ പോയി നമ്മൾ ആ ഡിഗ്രി കരസ്ഥമാക്കുന്നു, അത് കഴിഞ്ഞ് തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠനം നമ്മളെ സഹായിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മളിൽ വിജ്ഞാനം ഉണ്ടാകും തോറും നമുക്ക് എന്ത് പറ്റും? നമുക്ക് വിവേകത്തോടെ പെരുമാറാൻ പറ്റും. നമുക്ക് നേരത്തെ 2 എക്സാമ്പിൾ പറഞ്ഞു. ഏത് മെഡിസിൻ ആണ് കൊടുത്തത്, എത്രാമത്തെ ദിവസമാണ് ആന്റിബയോട്ടിക്? അപ്പം ഒരു നഴ്സ് പറഞ്ഞു 4 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നീട് സാർ സംസാരിച്ചത് പറഞ്ഞു ആ പറഞ്ഞത് തെറ്റാണ്. ഒരു എംപവേർഡ് നഴ്സ് ആണെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നമുക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മനുഷ്യരാണ്. മേ ബി ഒരു നഴ്സിന് 5 പേഷ്യൻ്റ് ഉണ്ടാവും, അവർ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോകാം. അപ്പൊ നമുക്ക് അറിയാതെ പറഞ്ഞു പോകുന്നത് നമ്മൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞൂടെ? അത്ര കോൺഫിഡൻസോടുകൂടി നമ്മൾക്കത് പറയാൻ പറ്റിയാൽ വി ആർ എംപവേർഡ്. എത്രാമത്തെ ഡേ ആണ് ഇന്ന് ആന്റിബയോട്ടിക്? ഇഫ് ദേ ആർ ആസ്കിങ് വി ക്യാൻ സേ ദാറ്റ് ലെറ്റ് മീ ചെക്ക്, ഐ ഹാവ് എ കൺഫ്യൂഷൻ. അത് പറയാൻ ധൈര്യമില്ല. വാട്ട് വി വിൽ സേ? 4th ഡേ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതാണ് പിന്നീട് ആ നഴ്സ് വിഷമിക്കേണ്ടി വന്നത്. അപ്പൊ എംപവർമെന്റ് ഇസ് ഇൻ ദ സെൻസ് വി ഹാവ് ടു ഹാവ് ദാറ്റ് നോളജ് ആൻഡ് ഓൾസോ വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് സംതിങ്. അതും കൂടെ ആയാലാണ് നമ്മൾ എംപവേർഡ് ആവുക. വി ഹാവ് ടു ബി എംപവേർഡ് ടു സേ what we have to. Actually, sometimes some of the hidden feelings, maybe we are assigned, we are a senior staff, no need to bother. I have to check and see. Then she can go and recheck and solve the situation. This is the ideal way. Empowerment means first is നമുക്ക് വേണ്ടത് വിജ്ഞാനം. ആ വിജ്ഞാനം പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെരുമാറ്റത്തിൽ എന്തുണ്ടാവും? വിവേകത്തോടെ പെരുമാറാൻ പറ്റും. നമ്മൾ once we complete the education, we have to be in a clinical setting to perform the care. എപ്പോഴും നമ്മൾ പറയും വി ഹാവ് ടു ബി കോമ്പിറ്റന്റ്, വി ഹാവ് ടു ടേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻ ഇൻ എ ക്ലിനിക്കൽ സെറ്റിംഗ്. ICUല് ഡോക്ടർ വന്നു, എത്ര സമയം ഡോക്ടർ ഒരു പേഷ്യന്റിനോട് കാണുന്നത്? എൻ്റെ അമ്മയുടെ സിറ്റുവേഷൻ തന്നെ പറയാം. TCR കഴിഞ്ഞു, 2nd 3rd ഡേ ICU ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലിറുക്ക് പിടിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞു ഇനി ഒരിക്കലും ICUവിൽ എന്നെ കിടത്തരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് സമ്മൺ ടു സ്പീക്ക്. TCR കഴിഞ്ഞ ആൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ്, ഷീ ക്യാൻ സ്പീക്ക്. But it is very difficult for the nurse to speak all the time with the particular patient. ഇത് എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ if someone is getting sick, we are facing this problem. ICUവിലൊക്കെ ഡോക്ടർ വന്നു റൗണ്ട്സ് കഴിഞ്ഞു, they are moving out. The one who is staying with the patient is nurses, purely nurses. അപ്പോൾ ആ ടൈമിൽ we have to make them feel that there is someone to be there, someone there to be cared. ആ ഒരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ we will be happy. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? we have to have വിജ്ഞാനം ഉണ്ടാവണം. രണ്ടാമത് വിവേകത്തോടു കൂടി നമുക്ക് പെരുമാറാൻ പറ്റണം. ഏത് ടൈമിലാണെങ്കിലും സിറ്റുവേഷൻ ക്രിട്ടിക്കൽ, ഫോട്ടോ വിളിക്കുന്ന ഇൻസിഡന്റ് പറഞ്ഞു, ക്രിട്ടിക്കൽ ഡിസിഷൻസ് വി ഹാവ് ടു ടേക്ക് അറ്റ് ദ ടൈം. അതുണ്ടാവും നാച്ചുറലി. ഇത് രണ്ടും ഉണ്ടായാൽ നമ്മളിൽ എന്തുണ്ടാവും? വിനയം ഉണ്ടാവും. വിജ്ഞാനവും വിവേകത്തോടുള്ള പെരുമാറ്റവും ആയി കഴിയുമ്പോൾ നമുക്ക് വിനയത്തോടു കൂടി തന്നെ എപ്പോഴും പെരുമാറാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ഇത് ഞാൻ ശരിക്കും കടമെടുത്തതാണ് ഈ 3 ടെർമിനോളജി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കോളേജിൽ ഗ്രാജുവേഷൻ നമ്മുടെ ഗോപകുമാർ സാർ വന്നു. കുഹാസ് രജിസ്ട്രാർ ഗോപകുമാർ സാർ ആയുർവേദ കോളേജിലെ സാറാണ്. ഇപ്പോൾ KUHSന്റെ രജിസ്ട്രാറാണ്. ശരിക്കും സാറിന്റെ സംസാരം ഇങ്ങനെ മലയാളത്തിന്റെ ഒരു ഒഴുക്കാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കേൾക്കാൻ. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ സംസാരിക്കും സാർ. ഈ 3 ടേം അന്നേ മനസ്സിലിട്ടു. നല്ല എന്നുവെച്ചാൽ കുട്ടികളായിരിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിൽ എപ്പോഴും വിജ്ഞാനം മുന്നോട്ട് പിടിക്കാനുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആസ്പയറിംഗ് ഫോർ നോളജ്, ആ ഒരു ഇന്റൻഷൻ എപ്പോഴും ഉണ്ടാവണം. ആ വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിവേകത്തോടെ എപ്പോഴും പെരുമാറാൻ പറ്റും. വിവേകമുള്ളവർ എപ്പോഴും വിനയത്തോടെ പെരുമാറുകയുള്ളൂ. ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറെ ഡേറ്റ സെറ്റ് കണ്ടേക്കുന്നത്. ഇനി
ICN എന്താണ്? നമ്മളിപ്പോ എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ് പറഞ്ഞു. ഇതിൽ ICN ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് 2026 അവർ 7 പ്രധാന പോയിന്റുകളാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് സ്ലൈഡ് ആയിട്ടിന്റെ രൂപത്തിലാണ് റെഡിയാക്കി വന്നേക്കുന്നത്. അതില് ഗ്ലോബൽ ഷോർട്ടേജ് അതിലൊരു പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ICN is addressing global shortage of nurses. അതില് 3 സ്ഥലങ്ങളിലാണ് ലീക്കേജ് ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, എഡ്യൂക്കേഷൻ ആൻഡ് ഫാക്കൽറ്റി കൺസ്ട്രെയിൻസ് ലിമിറ്റ് ദ ഗ്രാജുവേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂ പ്രൊഫഷണൽ. നമുക്ക് പുതിയ കുട്ടികളെ അബ്സോർബ് ചെയ്ത് പ്രൊഫഷണലി പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ദാറ്റ് പോളിസി മേക്കേഴ്സ് ഹാവ് ടു അഡ്രസ് ഓൺ ഇറ്റ്. റിട്ടൻഷൻ ഫെയിലിയേഴ്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. അവരെ പ്ലേസ് ചെയ്യുന്നു, കൂടുതലായിട്ട് ജോലി ചെയ്യുന്നു, ജോലിക്ക് അർഹതപ്പെട്ട വേതനം അവർക്ക് ലഭിക്കുന്നില്ല. റിട്ടൻഷൻ ഫെയിലിയർ, അൺസേഫ് കണ്ടീഷൻ ആൻഡ് പുവർ പേ. ദെൻ യൂട്ടിലൈസേഷൻ വേസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറിൽ ചെയ്യുന്ന ഒരു ഫെലോ അങ്ങനെ നഴ്സിംഗിൽ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ വേണമോ ഒരു OP വരുന്ന ഒരു പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യാനിരിക്കാൻ? നോ നീഡ്. ആക്ച്വലി ദോസ് ആർ ഹാവിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ ബെറ്റർ പൊസിഷൻ. എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അതനുസരിച്ചുള്ള പൊസിഷൻ നഴ്സിംഗിൽ തന്നെ നമുക്കറിയാം ഹയർ പൊസിഷൻസ് ഉണ്ട്. BSc, MSc, PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടർ കഴിഞ്ഞ് BSc വരെ പോകാൻ പറ്റുന്ന ഫെസിലിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത്രയും കപ്പാസിറ്റിയിൽ പഠിക്കുമ്പോൾ പഠിച്ചിറങ്ങിയാൽ നമ്മുടെ സർവീസ് സെക്ടറിൽ ചെല്ലുമ്പോഴാണ് വിഷമം വരിക. ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിഭാഗമുണ്ട്, BSc പഠിക്കുന്ന ഒരു വിഭാഗമുണ്ട്, MSc പഠിച്ച് ഈവൻ PhD കഴിച്ചു കഴിയുമ്പോഴും they are working as staff nurse in a clinical side at the same salary. നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ഇത്രയും പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ കിട്ടുന്ന റിട്ടേൺ വളരെ വിഷമം തോന്നുന്ന കണ്ടീഷനാണ്. ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവരെ അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതും ICN അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഈ 7 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ സ്ലൈഡ് സെറ്റ് ചെയ്തത്. പ്രധാനമായിട്ടും ഈ 7 വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് ഇതിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി. ഇതിൽ പവർ ഓഫ് ട്രസ്റ്റ്, പവർ ഓഫ് പ്രൊഫഷണൽ, പവർ ഓഫ് നമ്പേഴ്സ്, പവർ ഓഫ് പ്രാക്ടീസ്, പവർ ഓഫ് പ്രോക്സിമിറ്റി, പവർ ഓഫ് കെയർ, പവർ ഓഫ് പീസ്, ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് പവർ ഓഫ് ട്രസ്റ്റ് ആണ്. ഇഫ് വി ആർ ഹാവിംഗ് എ ട്രസ്റ്റ് among the nurses who are working in a particular organization, the morale of those nurses will be high, and this morale will be reflected in the, can you see the next slide, please? Yeah, you can see the graph. If the trust is less, the number of adverse events will be high, and the trust that is given for nurses during the COVID time, during the vaccination time, that much trust was given to them. That is why it helped to reduce 154 million lives. With that story, ICN explained, whatever the institution have to provide the trust for the nurses. Invest in safe staffing based on acuity. We know how to calculate acuity and dependence. Invest in safe staffing, close the institutional trust gap, and treat trust as a hard governance rule. All the staff working in the institution should be treated with trust, then only it will improve morale. That is the first concept that we have to adopt in our organization. Second is power of professional, and what ICN is addressing is all the countries, not only developed or developing, whatever the country, they have to focus on increasing the number of graduates, not general nursing. Actually, BSc empowerment is done, and degree courses to be started in all the countries, and they are promoting with 10% increase in bachelor's degree prepared nurses. You can see 7% drop in patient death. Actually, what they are giving is stopping all the diploma and bringing up with bachelorate degree. This is the consideration from ICN. ICN focus on increasing professionally educating the nurses, and those who have completed the GNM have to continue their education and have to go with post-basic. This is the direction, second direction from ICN. Third is the power of numbers. This speaks about that point that we discussed earlier, pipeline retention and utilization. Those with higher education, 79% of the time is utilized for doing the administrative work rather than depending on the patient side.
with the new invention of AI, what we can say is AI is doing all the monitoring and all. So maybe in future we can see nurses are getting time from documentation to patient side. That is to be improved. This is the third point, power of numbers. Power of practice. Here also, 79% of nurses reporting being overskilled for their daily roles and a massive waste of human capital. Practice time, it has to be improved, and the time that is given for direct patient care has to be improved. The fifth one is power of care. We know patient-centered care is the concept rather than having physician-centered. Now the focus is more on patient-centered. Patient-centered care with compassionate care. We know the compassion that the nurse gives to the patient throughout the process, from the time of admission to the discharge, will help for early discharge. We know the length of stay. The key indicators and the performance indicators of the hospital depends upon the these are some of the factors like the length of stay, the time taken from the admission to the allocation of the ward. All these are indicators, and if we are giving enough power of care, all these indicators will be within the benchmark. Power of proximity. Here also access. This speaks about the access. That means whatever the level, the patient coming, we have the trial system and all. And based on the trials, whatever the care needed, those groups have to be addressed immediately based on the care requirement. Adopt. Okay, the last one is fine. The power of peace. This is the last one. Here, as Saravanan mentioned about some of the issues existing worldwide, we have to have that. The last, ഞാൻ 3 പോയിന്റ് പറഞ്ഞതിന് ലാസ്റ്റ് പറഞ്ഞതാണ് വിജ്ഞാനം വിവേകം ലാസ്റ്റ് വരുന്ന വിനയം. Whatever we are always getting triggered by many patients. നമുക്കറിയാം നമ്മുടെ വന്ദനാദാസ് അങ്ങനത്തെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നഴ്സസ് ഡോക്ടേഴ്സ് ആർ ഫേസിങ്. But we have to be cautious, and the health team should stand together to face these challenges. These attacks are existing, and we have to be more empowered with facing all these challenges. Strengthening the enforcement with law, that is what is mentioned in the 7th point. These are the 7 areas to be addressed as per ICM. And this is the National Workforce Plan, and strategic financial investment should be there to bring up all these areas. Actually, this is stated by ICM. After the ICM, we have the Indian Nursing Council and KNMC. We all have to look into it and have to adapt it to our country. This is the highlights. We are having strong PHC, BSN, 77% of preventive care can be done in community, activity-based staffing, and have to invest more on economic growth of nurses. And this is the blueprint. The main core focus, what we can do. Education, protection and well-being, planning and financing, leadership and equity. We need good leaders in nursing to come up with changes which can be implied to nurses in Kerala. നമ്മൾ കേരള കോൺഗ്രസിൽ പറയുവാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വൈസ് we have good nursing colleges, and we are having students who are competent. ഇപ്പൊ നമുക്കറിയാം കുഹാസിന്റെ പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാ കോളേജുകളിലും we have simulation facility, OSCE training. They are competent, but only thing is that they need training, and during this training actually all the issues are happening. Avarku required ആയിട്ടുള്ള placement, salary, it has to be addressed. അത് policy makers ന്റെ കയ്യിലാണ്, that it has to be addressed. And with that prayer, അതൊരു പ്രാർത്ഥന പോലെയാണ്. ആ പ്രാർത്ഥന ഗീതത്തിൽ നമുക്കൊരു നഴ്സിംഗ് ഗീതം കേട്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ ഇൻ നിയർ ഫ്യൂച്ചർ. അതിനുവേണ്ടി ഇപ്പൊ കുറെ പേര് ഇനിയും സമരത്തിലുണ്ട്. അമലയിലും ജൂബിലിയിലും സ്റ്റിൽ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ. ഞാൻ അമലയിൽ നിന്ന് ഉള്ളൊരു ഫാക്കൽറ്റിയാണ്. ഐ ടു ഹാവ് ആ ഒരു വിഷമം എനിക്കുമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ 2 കൂട്ടർക്കും പറ്റുന്ന രീതിയിൽ അത് സോൾവ് ആയി അത് അവസാനിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഇനി ഒരു എംപവേർഡ് ആയിട്ടുള്ള നഴ്സസ് ആയിട്ട് നല്ല രീതിയിൽ എംപവേർഡ് ആയിട്ട് വിത്ത് നോട്ട് ഓൺലി വിത്ത് സാലറി, വിത്ത് ഓൾ ദാറ്റ് മീൻസ് ദേ ക്യാൻ വർക്ക് ഫോർ കേരള, അവർ ഹെൽത്ത് സിസ്റ്റം. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.